ചരമോപചാരമാണ്. മുൻ മന്ത്രി ശ്രീ ടി യു കുരുവിള 2026 മെയ് മാസം 30-നും മുൻ കേന്ദ്രമന്ത്രി ശ്രീ കെ പി ഉണ്ണികൃഷ്ണൻ 2026 മാർച്ച് 3-നും മുൻ ലോക്സഭാ അംഗം ശ്രീ കെ പി ധനപാലൻ 2026 മെയ് 30-നും അന്തരിച്ചു. ശ്രീ ടി യു കുരുവിള കേരളത്തിലെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുൻ നിയമസഭാ അംഗവും കേരള കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ ബഹുമാനപ്പെട്ട ടി യു കുരുവിള 2026 മെയ് മാസം 30-ന് അന്തരിച്ചു. 1936 സെപ്റ്റംബർ മാസം 13-ന് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള ഊഞ്ഞപ്പാറയിൽ ഉതുപ്പിൻ്റെയും മറിയത്തിൻ്റെയും മകനായി ജനിച്ച അദ്ദേഹം കീരമ്പാറ, വടവുകോട്, തിരുവല്ല എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ആലപ്പുഴ കാർമൽ പോളിടെക്നിക്കിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടുകയും ചെയ്തു. കീരമ്പാറ പഞ്ചായത്തിലെ ജനപ്രതിനിധി എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ തുടക്കം. 1964 മുതൽ 1978 വരെ തുടർച്ചയായി 14 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് അംഗം തുടങ്ങിയ നിലകളിൽ അദ്ദേഹം നൽകിയ സേവനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. കർഷകനായും സാമൂഹ്യ പ്രവർത്തകനായും രാഷ്ട്രീയ പ്രവർത്തകനായും അദ്ദേഹം ജനമനസ്സുകളിൽ ഇടം നേടിയിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗം എന്ന നിലയിൽ ചുമതലകൾ വഹിച്ച ശ്രീ ടി യു കുരുവിള പാർട്ടിയുടെ വളർച്ചയിലും സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മികച്ച സംഘാടകൻ, കർഷക നേതാവ്, ജനകീയനായ രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. 2016-ലും 2011-ലും കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ജനപ്രതിനിധിയായി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. 2006-ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തി. രാഷ്ട്രീയ രംഗത്തിനപ്പുറം സാമൂഹ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിലും അദ്ദേഹം സജീവ സാന്നിധ്യം ആയിരുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ അംഗമായി നേതൃത്വത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹം സഭയുടെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്കായി നൽകിയ സേവനങ്ങൾ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. വിവിധ മേഖലകളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ മാനിച്ച് സഭയുടെ അത്യുന്നത ബഹുമതി ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. പൊതുജീവിതത്തിൽ ലാളിത്യം മുഖമുദ്രയായിരുന്ന, ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു ജനപ്രതിനിധിയായും പൊതുപ്രവർത്തകനുമായുമാണ് ശ്രീ ടി യു കുരുവിളയെ സമൂഹം വിലയിരുത്തുന്നത്. ശ്രീ ടി യു കുരുവിളയുടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായത് വളരെ കരുത്തനായ ഒരു പൊതുപ്രവർത്തകനാണ്. ശ്രീ കെ പി ഉണ്ണികൃഷ്ണൻ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ കെ പി ഉണ്ണികൃഷ്ണൻ 2026 മാർച്ച് 3-ന് അന്തരിച്ചു. 1936 സെപ്റ്റംബർ 20-ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ശ്രീ കുഞ്ഞിക്കണ്ണൻ നായരുടെയും മാളുക്കുട്ടി അമ്മയുടെയും മകനായിട്ടാണ് ജനനം. 1971 മുതൽ 96 വരെയുള്ള കാലയളവിൽ വടകര ലോക്സഭാ മണ്ഡലത്തെ തുടർച്ചയായി 6 തവണ പ്രതിനിധീകരിച്ച അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ട മികച്ച വാഗ്മികളിൽ ഒരാളായിരുന്നു. 1989-90 കാലത്ത് BP മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം ഉപരിതല ഗതാഗത വാർത്താവിനിമയ വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ശ്രീ കെ പി ഉണ്ണികൃഷ്ണൻ പൊതുരംഗത്തേക്ക് പ്രവേശിച്ചത്. ചെന്നൈയിലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്, പ്രസിഡൻസി കോളേജ്, ഗവൺമെൻറ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം റാം മനോഹർ ലോഹ്യയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. 1960-കളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുമ്പ് മുംബൈയിലും ഡൽഹിയിലും ബ്ലിറ്റ്സ്,
ശങ്കേഴ്സ് വീക്കിലി, ടൈംസ് ഓഫ് ഇന്ത്യ, മാതൃഭൂമി തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളിൽ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായി തിളങ്ങിയ മികച്ചൊരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. ശ്രീ വി കെ കൃഷ്ണമേനോൻ്റെ അടുത്ത അനുയായിയായിരുന്ന ശ്രീ കെ പി ഉണ്ണികൃഷ്ണൻ പിന്നീട് കോൺഗ്രസ് എസ് പ്രസ്ഥാനങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി ദേശീയ തലത്തിൽ പ്രതിപക്ഷ നിരയെ നയിച്ചു. 1995 അദ്ദേഹം മാതൃസംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി. സജീവ രാഷ്ട്രീയത്തിൽ തുടരുമ്പോഴും പുസ്തകപ്രേമിയും എഴുത്തുകാരനും സാംസ്കാരിക നായകനുമായിരുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ ആഴത്തിലുള്ള നിരവധി ലേഖനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വിദേശകാര്യ വിഷയങ്ങളിലും നയതന്ത്രങ്ങളിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന അവഗാഹം ഐക്യരാഷ്ട്രീയ സഭ ഉൾപ്പെടെയുള്ള സമുന്നത അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തിന് അവസരം സൃഷ്ടിച്ചു. കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്ന് 1991 ഗൾഫ് യുദ്ധകാലത്തെ ഇടപെടലായിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ ശേഷവും ഡൽഹിയിലെയും കേരളത്തിലെയും ബൗദ്ധിക സാംസ്കാരിക സദസ്സുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുവാനും പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും ധീരമായ നിലപാടുകൾ സ്വീകരിക്കാനും കഴിഞ്ഞ അഗാധമായ അറിവും ഉന്നതമായ ജനാധിപത്യ ബോധവും പുലർത്തിയ ഒരു മഹാനേതാവിനെയാണ് കേരളത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും നഷ്ടമായത്. ശ്രീ കെ പി ധനപാലൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എം പിയുമായിരുന്ന ശ്രീ കെ പി ധനപാലൻ 2026 മെയ് 30 അന്തരിച്ചു. 1950 ഏപ്രിൽ 14 എറണാകുളം ജില്ലയിലെ കളത്തിൽ പങ്കജാക്ഷൻ്റെയും മാധവിയുടെയും മകനായാണ് ജനനം. 15ാം ലോക്സഭയിൽ 2009 മുതൽ 2014 വരെ ചാലക്കുടി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ശ്രീ കെ പി ധനപാലൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. 5 പതിറ്റാണ്ട് അധികകാലം കേരള രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ കെ പി ധനപാലൻ വടക്കൻ പറവൂർ SN സ്കൂളിൽ KSU യൂണിറ്റ് പ്രസിഡൻ്റായാണ് സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത്. മാല്യങ്കര ശ്രീനാരായണ മംഗലം SNM കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠനത്തിന് ശേഷം ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BSc കെമിസ്ട്രി ബിരുദം നേടി. UC കോളേജിലെ മികച്ച സംഘാടകനായിരുന്ന അദ്ദേഹം അവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ടു. KSU എറണാകുളം ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലകളിൽ യുവജന പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ നിന്ന് നയിച്ചു. അദ്ദേഹം 2001 മുതൽ തുടർച്ചയായി 6 വർഷക്കാലം എറണാകുളം DCC പ്രസിഡൻ്റായിരുന്നു. തുടർന്ന് KPCC സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, AICC അംഗം എന്നീ പദവികളും വഹിച്ചു. KSU സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി അദ്ദേഹം എന്നോടൊപ്പം പ്രവർത്തിച്ചത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കേരളത്തിൻ്റെ സഹകരണ വിദ്യാഭ്യാസ മേഖലകളിൽ കെ പി ധനപാലൻ നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. സംസ്ഥാന സഹകരണ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാനായിരുന്ന കാലത്ത് ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായി നിരവധി ജനകീയ പദ്ധതികൾ അദ്ദേഹം വിജയകരമായി നടപ്പാക്കി. കൂടാതെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെനറ്റ് അംഗവുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ധനകാര്യ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നിർണായകമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തി. പാർട്ടി നിർദ്ദേശം അപ്പാടെ അംഗീകരിക്കുന്ന നിലപാടാണ് എന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. വികസന പ്രശ്നങ്ങളിലും ജനകീയ കൂട്ടായ്മകളിലും സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ കെ പി ധനപാലൻ ലളിതമായ ജീവിതശൈലിയും സൗമ്യമായ പെരുമാറ്റവും കൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ ഹൃദയം നേടി. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിൻ്റെ പൊതുരംഗത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും നികത്താനാവാത്ത നഷ്ടമാണ്. അന്തരിച്ച മഹൽ വ്യക്തികളുടെ ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.